വണ്ടിക്കൊട്ടും വേഗത പോരാത്ത പോലെ അല്ലേ അടുത്തി? വണ്ടിക്ക് വേഗതയുണ്ട്, അതിലും വേഗത്തിൽ മനസ്സോടുന്നോണ്ടാ അങ്ങനെ തോന്നുന്നത്. ശരിയാ, പെട്ടെന്ന് അവളുടെ അടുത്ത് എത്തണമെന്ന് തോന്നുക. മാഡം, മാഡം രാധികയുടെ മുമ്പിലെത്തിയാൽ അയാൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? അത് പറയാൻ പറ്റില്ല വരും. ഞാനും അതൊക്കെ തന്നെ ഓർത്തോണ്ടിരിക്കുന്നത്. അവൾ കരയും, കെട്ടിപ്പിടിക്കും. പക്ഷേ അതിനു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താ? രാധിക ആദ്യം ചെയ്യുന്നത് മാഡത്തിനെയും കൂട്ടി ഭഗവാന്റെ മുമ്പിൽ എത്തുക. മാഡത്തിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടേ രാധികയ്ക്ക് ഒരു സമാധാനം കിട്ടും. എക്സാക്ട്ലി. ആ പറഞ്ഞ കൃത്യമാ. അയാൾ അത് തന്നെയായിരിക്കും ചെയ്യുക. വരുൺ, എങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കൃഷ്ണക്ഷേത്രത്തിൽ കയറിയിട്ട് പോയാലോ? പോവാം മാഡം, തീർച്ചയായിട്ടും പോവാം. ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോ മോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അവളെ അങ്ങോട്ട് വിളിച്ചാലോ? അതിനിപ്പോ എന്താ മാഡം, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാ ഭഗവാന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. എടാ, നമ്മുടെ ആദ്യൊരു അമ്പലമില്ലേ, അത് നമ്മൾ പോകുന്ന വഴിക്കല്ലേ? രാധികയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? അത് കൊള്ളാം. ഏതാ അമ്പലം പറഞ്ഞത്? ആദ്യൊരു അമ്പലം. ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടും ആറ്റുവശത്ത് ഇങ്ങോട്ടും ഒരേ ദൂരമാണ്. ശരി, ഞാനിന്ന് അവളെ ഒന്ന് വിളിക്കാം. എക്സൈറ്റ്മെന്റിന്റെ മാക്സിമം ആയിരിക്കും. അയാൾ തളർന്നു വീഴാതിരുന്നാ മതിയായിരുന്നു. വരുൺ പറഞ്ഞതുപോലെ സൂക്ഷിക്കണേ. ഹലോ മോളെ, അമ്മ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചോ? അമ്മ പോയി തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അമ്മയ്ക്ക് മോളെ കാണാൻ ഇനിയും ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ദൈവം അമ്മയെ മോളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചുവിട്ടിരിക്കുക.